വടക്കൻ പാട്ടിൽ ഒരു കഥയുണ്ട്. തച്ചോളിയോദോനൻ ആണെന്ന് തോന്നുന്നു. കൂട്ടാളി കണ്ണപ്പൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ വരമ്പിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ എതിരെ മറ്റൊരു ചട്ടമ്പി വരുന്നു. അപ്പോൾ കണ്ണപ്പൻ പറയുന്നത്, ചട്ടമ്പിക്കും ഒരു വഴി, മര്യാദക്കാരാണെങ്കിൽ വഴി മാറിപ്പോവും, അപ്പോൾ രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നു അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ പറഞ്ഞ പോലെ ആളറിഞ്ഞ് കളിക്കട എന്ന് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപ് ലോകരംഗത്ത് വന്ന് ലോകരംഗത്തെ മൊത്തം അങ്ങ് മാറ്റിമറിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ ലോകം, നമ്മൾ വിചാരിച്ച് പല രാജ്യങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും ഡിപ്ലോമസിയും ഇതെല്ലാം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഒരു വ്യക്തി വന്നപ്പോഴത്തേക്ക് രാജ്യം മുഴുവൻ വ്യക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം പോലെയായി മാറി. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചൈനയ്ക്ക് താരിഫ് ഏർപ്പെടുത്തിയത് നല്ലൊരു കാര്യമായിട്ടാണ് വാസം പറഞ്ഞാൽ. നമ്മൾ ആദ്യം ഇപ്പം തിരിച്ചടി ഉണ്ടെന്ന് പറഞ്ഞാലും ചൈനയ്ക്കിട്ടൊരു കൊട്ടു കൊടുത്തത് വലിയ തരക്കേടില്ല. അത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിക്ക് നാട്ടിൽ അടി കിട്ടിയപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് ഒരു അടി കിട്ടേണ്ടത് ആവശ്യമായിരുന്നു എന്നിവിടെ പലരും പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചൈനയ്ക്കിട്ടൊരു അടി കിട്ടേണ്ടത് ഒരാവശ്യമായിരുന്നു. കാരണം ചൈന പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അടിയാണ് കിട്ടിയത്. നേരെ മറിച്ച് നമുക്കറിയാം, അമേരിക്കയും ചൈനയും തമ്മിൽ നേരിട്ട് പോരാടി കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കയ്ക്ക് ശക്തി കൂടുതലുണ്ട്, ഈ ആയുധങ്ങളും സംവിധാനങ്ങളും എല്ലാം കൂടുതലുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ഒട്ടും കുറവല്ല. എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് അതിനേക്കാൾ ഏറ്റവും വലിയൊരു ശക്തിയുണ്ട്, ജനം. അത് ഇന്ത്യക്കുമുണ്ട്. അപ്പം ജനങ്ങൾ എവിടെ കൂടിയിരിക്കുന്നു അവിടെയാണ് ശക്തി. അപ്പോൾ ആ ശക്തിയെ നമ്മൾ ഒരിക്കലും മിനിമൈസ് ചെയ്ത് കാണാൻ പാടില്ല. ഇപ്പം ഇസ്രായേലൊക്കെ പഠിക്കേണ്ട ഒരു പാഠമാണ്, ജനങ്ങൾ കൂടുതൽ എവിടെയുണ്ടോ അവിടെയാണ് ശക്തി ഇരിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ ചൈന പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് കിട്ടിയത്, ഈ വ്യാപാര യുദ്ധം. പക്ഷെ അതിൽ നിന്ന് ചൈന പിന്മാറുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ചൈനയ്ക്കും പിന്മാറാൻ പറ്റില്ല, അവർക്കും അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അവരും ലോകരംഗത്ത് അമേരിക്കയ്ക്കൊപ്പം ആണെങ്കിൽ അമേരിക്കയോട് കിടപിടിക്കാൻ പറ്റുന്ന രാജ്യമാണ് എന്നുള്ള രീതിയിലാണ് ചൈന നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, അവരുടെ നേതാവ് സി ഈ ലോകരംഗം തന്നെ മാറ്റിമറിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിനുമാണ് താനും. അപ്പം അവർക്കും പിന്നോക്കം മാറാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പം ആദ്യം 20% ട്രംപ് പ്രഖ്യാപിച്ച താരിഫ്. അത് ട്രംപ് ചൈനയ്ക്കെതിരെ 34% 34% കൂടെ കൂട്ടി. ഈ ട്രംപ് ചൈനയിൽ നിന്നുള്ള, കാരണം 500 ബില്യണിൽ പരമാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി. 2ാം സ്ഥാനം അമേരിക്കയുടെ 2ാമത്തെ ബിസിനസ് പാർട്ണറാണ്. പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾ 144 ബില്യണോ മറ്റോ ആണ് ചൈനയിലേക്ക് പോകുന്നത്. അപ്പം ചൈനയുമായിട്ടുള്ള ആ വ്യാപാര ബന്ധത്തിൽ വളരെ വളരെ ഡിസ്പാരിറ്റി, അവ തമ്മിലുള്ള ആ തുല്യതയില്ല. വളരെ കുറച്ച്, ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു, അവിടുന്ന് കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നു. അപ്പം അങ്ങനെ അത് ഈ യൂറോപ്യൻ യൂണിയനെ പറ്റിയും ട്രംപ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങളൊന്നും യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നില്ല എന്നല്ല, യൂറോപ്യൻ യൂണിയൻ സ്ഥാപിച്ചത് തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നിലപാടായിരുന്നു. അമേരിക്കയോടുള്ള ഒരു ശത്രുതാ മനോഭാവം കൊണ്ടാണ് അത് ഉണ്ടായതെന്നുള്ള രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. അപ്പം യൂറോപ്യൻ യൂണിയൻ ഇങ്ങോട്ട് അവർ 0% നമ്മളും 0% എന്നുള്ള രീതിയിൽ താരിഫ് ഏർപ്പെടുത്താം എന്ന് പറഞ്ഞു. പക്ഷേ ട്രംപ് അതിന് അനുകൂലമല്ല. ട്രംപ് യൂറോപ്യൻ യൂണിയനും താരിഫ് ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല, അമേരിക്കൻ കാറുകളൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അമേരിക്കൻ കാറുകളൊന്നും വാങ്ങുന്നില്ലാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ഇവിടെയുള്ള പലരും നമ്മൾ പലരും യൂറോപ്പിലുണ്ടാക്കുന്ന കാറുകൾ, മെഴ്സഡീസ്, BMW, വോൾക്സ് വാഗൻ, അല്ലെങ്കിൽ അതുപോലെ ജപ്പാനിൽ നിന്നുണ്ടാക്കുന്ന കാറുകൾ, ടൊയോട്ട, ഹോണ്ട, ഇതൊക്കെയാണ് വാങ്ങുന്നത്. പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ കാറുകൾ അമേരിക്കൻ കാറുകൾ ഒരു 100,000 മൈൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരായുസ് കുറഞ്ഞു വരുന്നു. നേരെ മറിച്ച് മറ്റ് പ്രത്യേകിച്ച് ജാപ്പനീസ് കാറുകൾ എത്ര വർഷം വേണമെങ്കിലും ഓടിക്കാമെന്നുള്ളൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെച്ചം, ആ മെച്ചം വെച്ചാണ് ആളുകൾ വാങ്ങുന്നത്. അപ്പോൾ അത് അമേരിക്കയിൽ ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം അത് വിറ്റഴിയണമെന്നില്ല. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം, ചൈന ഇവിടുന്ന് ഇപ്പോൾ ബോയിങ് വിമാനങ്ങളൊക്കെ 6 വർഷത്തേക്കുള്ള സപ്ലൈ കൊടുക്കാവുന്നതൊക്കെ കരാറുണ്ടാക്കിയതാണ് 2020. പക്ഷേ അത് ചൈനയിലെ പല വിമാന കമ്പനികളും അത് ആ കരാർ പോലും പാലിക്കുന്നില്ല. ഈ വിമാനങ്ങൾ, അത് കാരണം വിമാനങ്ങൾ കുറച്ച് വൈകി, കോവിഡ് മൂലം
കോവിഡ് കാലത്ത്. എന്നാൽ പോലും അതിനുശേഷം ഉണ്ടാക്കി നൽകുന്നത് അവർക്ക് സ്വീകരിക്കാൻ പോലും തയ്യാറില്ല. അപ്പം അങ്ങനെ ചൈന അവരുടെ വിമാന കമ്പനി പിന്നെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. പിന്നെ അതാണെങ്കിൽ ഹെവിലി സബ്സിഡൈസ്ഡാണ്. അപ്പം അങ്ങനെ നാനാ രീതിയിലും അമേരിക്കയെ പിഴിയുന്ന അമേരിക്കയ്ക്കെതിരെ ഒരു ബദൽ ശക്തിയായിട്ട് വരികയാണ് ചൈന ചെയ്യുന്നത്. അപ്പം അതിനെ ഒരു തിരിച്ചടി എന്നവണ്ണമാണ് ട്രംപിൻ്റെ ഈ നിലപാട് വന്നത്. പക്ഷേ അതിനെതിരെ ചൈന ഈ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇപ്പം അമേരിക്ക 104% ആക്കി. ഇപ്പം ട്രംപ് അപ്പോൾ ഇന്നലെ തന്നെ പിന്നെ 34% റെസിപ്രോക്കൽ താരിഫ് ട്രംപ് കൊണ്ടുവന്നപ്പോഴാണ് ചൈന അതേ താരിഫ് ചൈനയും ഏർപ്പെടുത്തി. അതിന് പകരം തിരിച്ചടി എന്നോണം. അപ്പോൾ അതിൽ രോഷം കൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പിന്നെ നിങ്ങളുടെ 50% കൂടെ കൂട്ടുമെന്ന്. അതായത് നിങ്ങൾ താരിഫ് വർദ്ധിപ്പിച്ചത് ഈ അമേരിക്ക വർദ്ധിപ്പിച്ചതിന് തുല്യമായിട്ട് തിരിച്ചടിയായിട്ട് താരിഫ് വർദ്ധിപ്പിച്ചത് ശരിയായില്ല. അങ്ങനെ ചിന്തിക്കുന്നതും ശരിയല്ല. നമുക്ക് മാത്രമേ പാടുള്ളൂ, മറ്റൊരാൾ ചെയ്തുകൂടാ എന്ന് പറയുന്നതിൽ എത്ര കണ്ട് ശരിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും അവർ താരിഫ് വർദ്ധിപ്പിച്ചു. കൈയോടെ ട്രംപ് 50% കൂടെ വർദ്ധിപ്പിച്ചു. അങ്ങനെ 104%. അപ്പം 104% ആയപ്പോൾ ഇന്നലെ രാത്രി മുതൽ അത് പ്രാബല്യത്തിനും വന്നു. അപ്പോൾ കൈയോടെ ചൈന എന്ത് ചെയ്തു? ചൈന അവരുടെ താരിഫ് 50% കൂടെ വർദ്ധിപ്പിച്ചു. അപ്പോൾ 50ഉം 34ഉം 84% താരിഫ് ചൈനയും ഏർപ്പെടുത്തി. അപ്പം അമേരിക്കയിൽ ചൈനീസ് സാധനങ്ങൾ വരണമെങ്കിൽ 104%, $1000 ഒരു സാധനം വരണമെങ്കിൽ 1000-1200 രൂപ പിന്നെ താരിഫായിട്ട് കൊടുക്കണം. പിന്നെ ചൈനയിൽ ഇവിടുന്നുള്ള ഒരു $1000 ഒരു സാധനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ $1800-1900 അവിടെ വിലയാകും. അതെല്ലാം ആ ഉപഭോക്താക്കൾ, അത് വാങ്ങുന്ന ആളുകളിലേക്ക് അതെല്ലാം ഈ ചിലവെല്ലാം അങ്ങോട്ട് പോകുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പം അത് എന്ത് മാറ്റമാണ് ഈ താരിഫ് കൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഇവ തമ്മിലുള്ള ഒരു മാറ്റം വരുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ചൈന ഈ ചെറിയ $800 വരെയുള്ള ചെറിയ സാധനങ്ങൾ അയക്കുന്നത് അതിന് താരിഫൊന്നും ഇല്ലായിരുന്നു ഇതുവരെ. അത് അത് തന്നെ ഏതാണ്ട് $60 ബില്യൺ ബിസിനസ്സാണത്. $60 ബില്യൺ സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നതിന് താരിഫൊന്നുമില്ല. കാരണം അത് $800 താഴെയുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഇവിടെയുള്ള ചൈനീസ് കടകളിലെ ചൈനീസ് റെസ്റ്റോറൻറ്റ്, ചെറിയ ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ, അവിടെയെല്ലാം ചോറും അതുപോലെ തന്നെ ചിക്കൻ വിങ്സും മറ്റതെല്ലാം ചൈനയിൽ നിന്ന് കുക്ക്ഡായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് ബാരലിൽ വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത് ചീപ്പായിട്ട് വിൽക്കാൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഈ $800 വരെയുള്ള ഈ സാധനങ്ങൾക്ക് താരിഫ് ഇല്ലായിരുന്നു. അതിപ്പം 90% മാറ്റിയിട്ടുണ്ട്. അത് അടുത്ത മാസം തൊട്ടാണ് നിലവിൽ വരാൻ പോകുന്നത്, 90% താരിഫ്. അപ്പം $10 സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 90% ആകുമ്പോൾ $9 കൂടെ അതിന് വില കൂടും, $19 ആകും. അപ്പോൾ ചൈനീസ് ചിക്കൻ വിങ്സും അല്ലെ ചൈനീസ് കടയിലെ ചോറും അതിനൊക്കെ വില കൂടുന്ന സാഹചര്യം വരും. അപ്പോൾ എന്തായാലും ചൈന അമേരിക്കയുടെ നിലപാട് ഒരുതരം ബ്ലാക്ക് മെയിലും ബുള്ളിയിങ്ങും ഇതൊക്കെയാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തി മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. അതിനൊന്നും ചൈന വഴങ്ങാൻ പോകുന്നില്ല എന്നാണ് ചൈന പറയുന്നത്. എന്നാൽ പോലും ചില അനുനയങ്ങൾ അവരുടെ പ്രസ്താവനകളിലുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ചൈനയ്ക്ക് ഇത്രയും വലിയൊരു മാർക്കറ്റ് അമേരിക്ക ഇല്ലെങ്കിൽ പിന്നെ ചൈനയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ചൈനയുടെ സാമ്പത്തികം മുഴുവൻ നിലനിൽക്കുന്ന അമേരിക്കയിൽ വിൽക്കുന്നതുകൊണ്ടാണ്. അമേരിക്കയിൽ നിന്നാണ് ഡോളറായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ വിറ്റാൽ നമുക്കറിയാം ഇന്ത്യൻ രൂപയായിട്ടാണ് കിട്ടുന്നത്. അതിന് ഡോളറായിട്ട് മാറുമെങ്കിൽ കൂടി അത് അമേരിക്കയിൽ കിട്ടുന്നത് പോലുള്ള ഒരു വ്യാപാര നേട്ടം ചൈനയ്ക്ക് ഉണ്ടാവുന്നില്ല വേറെ എവിടെ വിറ്റാലും. കാര്യം ചൈന അവരുടെ വിൽപ്പനയൊക്കെ ലോകവ്യാപകമായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ അമേരിക്കയിൽ വിൽക്കുന്ന ആ സ്ഥിതിയിലേക്ക് ആ നേട്ടം അവർക്ക് കൊയ്യാനാവില്ല. അപ്പം ദീർഘകാലം ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ട്രംപിൻ്റെ ഈ താരിഫൊക്കെ ശക്തിപ്പെടുമ്പോൾ ഇവിടെ ജനങ്ങളിൽ രോഷം വരും. ജനങ്ങളുടെ രോഷമൊക്കെ വരുമ്പോൾ പ്രസിഡന്റിന് പിന്നോക്കം പോകാതെ വയ്യ എന്നുള്ളൊരു ഗാമ്പിളിലാണ് അവരും നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം നിലനിൽക്കുന്നത്. എന്തായാലും ഈ താരിഫ് യുദ്ധം ഒട്ടും തിരക്കേടില്ലാത്തൊരു കാര്യമായി പോയി. പ്രത്യേകിച്ച് ചൈനയെ ഒന്ന് ആടി വിളിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചൈന ഒരു ആഗോള ശക്തിയും ആഗോള ഭീമനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരെയും വിരട്ടുന്ന ഒരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കിട്ട് നല്ലൊരു അടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഈ താരിഫ് കൊണ്ടുണ്ടായത്. അത് വലിയൊരു മാറ്റമാണ്. സാമ്പത്തിക രംഗത്തെ ആ തിരിച്ചടി, ആ സൈനിക രംഗത്തൊക്കെ ഉള്ള എത്ര മേധാവിത്വം അല്ലെങ്കിൽ എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും ഈ സാമ്പത്തിക രംഗത്തുള്ള തിരിച്ചടി
അവർക്കൊരു റീതിങ്കിങ്ങിന് വഴിതെളിക്കുമെന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് താരിഫ് യുദ്ധം കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ, പിന്നീട് അതൊരു ഒത്തുതീർപ്പും കരാറുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ മെച്ചപ്പെടട്ടെ, എല്ലാം ഒന്ന് കലങ്ങിത്തെളിയട്ടെ എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്.